ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, കണ്ണൂരും വിരിയുന്നില്ല ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡേ ഇൻ മൈ ലൈഫ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം എത്ര മണിയായെന്ന് വെച്ചാൽ എന്ത് ഫോൺ കാണാമോ? 7:10, 7:11, 7:11 ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഇപ്പം രാവിലെ ഞാൻ എണീച്ചാൽ എന്തൊക്കെയാണ് എൻ്റെ പരിപാടി, അപ്പം എല്ലാം നമ്മളെ കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, രാവിലെ എണീച്ച് പതുപോലെ തന്നെ കാലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് ഓടിച്ച് മടക്കി ഒന്ന് നൂത്തിട്ട് എന്നിട്ട് പതുക്കെ ഗ്ലാസ് താഴെ ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങോട്ട് നീക്കി വെച്ച് ഞാൻ കിടക്കുന്ന ബെഡ്ഷീറ്റ്, അത് പുതപ്പെന്ന് പറയാം, അപ്പം അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി. എനിക്കത് എൻ്റെ സ്വന്തം ബെഡിലെ ബെഡ്ഷീറ്റ് മടക്കി ഒതുക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് തൃപ്തി വരത്തില്ല ഗൈസ്. അതെങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതെല്ലാം സെറ്റപ്പാക്കി അതിനുശേഷം ഞാൻ പതിയെ എൻ്റെ ബ്രദറുടെ റൂമിലേക്ക് പോയി. നോക്കിയപ്പോൾ അവൻ പോത്തോളിതേക്കാം, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ താഴെ ബാത്റൂമിലോട്ട് വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാനായിട്ട് തുടങ്ങുകയാണ്. അതിരാവിലെ എണീച്ച് മുഖത്തോട്ടൊന്ന് വെള്ളം ഒഴിക്കുമ്പോണ്ടല്ലോ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് വേറെ ലെവലാണ് ഗൈസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മുഖമൊക്കെ ഒന്ന് തുടച്ച് ഫ്രഷായി കൈയൊക്കെ ഒന്ന് പിടിച്ച് ഞൊട്ടിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു 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 ഇതാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പല്ല് തേക്കാൻ പോവുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കോൾഗേറ്റ് ആണ് കേട്ടോ. എന്നിട്ട് പേസ്റ്റ് അതുപോലെ തന്നെ അവിടെ വെച്ച് ഞാൻ പല്ല് തേക്കാൻ തുടങ്ങിയാണ്. ഞാനൊരു 5 മിനിറ്റ്, 3 മിനിറ്റോളം ഞാൻ പല്ല് തേക്കും കേസ്. അതാണ് ഞാൻ കുറച്ച് സ്പീഡ് വിട്ടു കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കും ഞാൻ എവിടെയാണെന്നല്ലേ. ഞാൻ ഇപ്പം വരും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ കുളിച്ചില്ല കേട്ടോ, ഇനി കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളെ വിചാരിക്കും പുറയിൽ ആരെ കിടക്കുന്നതെന്നല്ലേ. അതെൻ്റെ പട്ടിക്കുട്ടിയാണ് കേട്ടോ, റോക്കി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അതിനുശേഷം ഞാൻ പത്രം വയ്ക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ദേശാഭിമാനി ആൻഡ് മാതൃഭൂമിയുണ്ട്. ഞാൻ കൂടുതലും വായിക്കുന്നത് മാതൃഭൂമിയാണ്, ബട്ട് അച്ഛൻ രണ്ടും വായിക്കും. എൻ്റെ ഫേവറേറ്റ് മാതൃഭൂമിയാണ് ഗൈസ്. നിങ്ങളിപ്പോൾ വിചാരിക്കും കാര്യമായിട്ട് വായിക്കുന്നുണ്ടെന്നല്ലേ. ഒന്നെങ്കിൽ ഞാൻ സിനിമ പേജ് ഇല്ലെങ്കിൽ സ്പോർട്സ് പേജ്, അതേ നോക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ നൂത്ത് മടക്കി അതുപോലെ തന്നെ സൈഡ് വെച്ച് എന്നിട്ട് കാപ്പി കുടിക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ചുവപ്പ് വരും. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് ഈ കാപ്പി. അതിൻ്റെ മധുരം കുറച്ച് കൂടിപ്പോയി. അതിൻ്റെ എക്സ്പ്രഷനാണ് ആ ഫേസ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ ഞാൻ അവിടെ സൈഡ് വെച്ച് ഒരു നേരെ രാവിലെ നടക്കാൻ പോകാനുള്ള ഹുഡിയാണ് ഗൈസ്. രാവിലെ 6:45 സോ നല്ല തണുപ്പാണ്. എനിക്ക് അലർജി ആസ്മയുടെ ഇഷ്യൂ ഉണ്ട്. സോ എനിക്ക് ഹുഡി ഇടാതെ കോട്ടിടാതെ എനിക്ക് തണുപ്പ് തിറങ്ങാൻ പറ്റില്ല. സോ ഷൂ ഒക്കെ എടുത്തിട്ട് ഒന്ന് കാലൊക്കെ ഒന്ന് സെറ്റാക്കി ഷൂ ഒക്കെ ഇട്ട്, എൻ്റെ ഷൂ അല്ല ഇത് അനിയൻ്റെ ഷൂ കേട്ടോ. എൻ്റെ ഷൂ ഇന്നലെ ഉണക്കാൻ വെച്ചെന്ന്, ബട്ട് അത് ഉണങ്ങിയില്ല ഗൈസ്. അൺഫോർച്യുനേറ്റ്ലി അത് ഉണങ്ങിയില്ല. പിന്നെ നടക്കാൻ വന്നതിന് മുന്നേ എൻ്റെ പട്ടിക്കുട്ടിയെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം കൊഞ്ചിച്ച് തലോടി. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്നലെ എന്തോ വീഡിയോ എടുക്കുന്ന ടൈമിൽ വഴക്കൊന്നും ഉണ്ടായില്ല വലുതായിട്ട്. ഫോൺ ക്യാമറ കാണുന്നതിൻ്റെ ചാട്ടാട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ വെള്ളോട്ടിറങ്ങാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഫുള്ളി ഉള്ളൊരു ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാൻ ഇനിയും വെള്ളോട്ട് നടക്കാൻ പോകണം. ഇതാണ് ഗൈസ്, രാവിലെ 7 മണിയായി കേട്ടോ. അപ്പോൾ ഇതാണ് രാവിലത്തെ എൻ്റെ വീടിനുള്ളൊരു ഒരു ഔട്ട്ലുക്ക്. ഓക്കെ, ഞാൻ ഇങ്ങനെ കാണിച്ചത് എനിക്ക് സ്റ്റോറി ഇടാനായിട്ടാണ് കേട്ടോ, ഇങ്ങനെ കാണിച്ച് കൈ വെച്ച്. അപ്പോൾ ഇനി നമുക്ക് നേരെ നടക്കാൻ പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളോട്ടിറങ്ങിയുള്ള റോഡ്. അതാണ് ഓക്കെ. അതിലൂടെ ഞാൻ സ്ട്രെയിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക്. അത് അങ്ങനെ നടന്നതിന് നേരെ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നു. എന്താണെന്ന് വെച്ചാൽ ബാക്കി വീഡിയോസ് എടുക്കണ്ടേ. സോ ഞാൻ നേരത്തെ നടന്നിട്ട് നേരത്തെ തനിങ്ങി വന്നു. ഹായ് റോക്കി. എന്നിട്ട് ഷൂ അതുപോലെ തന്നെ അവിടെ ഊരി വെച്ചിട്ട് ഞാൻ നേരെ അകത്തോട്ട് പോയി.
അതിനുശേഷം ഞാൻ അകത്തോട്ട് വന്നിട്ട് ചെറിയൊരു സ്മോൾ വാം വർക്കൗട്ട് പോലെ ജസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യുകയാണ് കേട്ടോ. രാവിലെ നടക്കാൻ പോയില്ലേ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വാം വർക്കൗട്ട് പോലെ ജസ്റ്റ് ഒന്ന് ലെഗെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇതാവാനായിട്ട്. അപ്പം എക്സസൈസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഹുഡി എല്ലാം ഊരി സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ തന്നെ ഞാൻ വെച്ച് ഇനിയും കുളിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്ന്, എൻ്റെ റൂമല്ല, ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. അച്ഛനും അമ്മയും ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം കുളിക്കാനായിട്ട് ഹീറ്റർ ഓണാക്കി. രാവിലെ എനിക്ക് കുളിക്കണമെങ്കിൽ ഹീറ്റർ തന്നെ, ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ബെഡിൽ വെച്ച് കഥമൊക്കെ ചാരി ഹീറ്റർ സ്വിച്ച് ഓഫാക്കി ബാത്റൂമിൽ ലൈറ്റൊക്കെ ഓണാക്കി ഞാൻ ഇനിയും അറിയാതെ ലൈറ്റ് ഓഫായാണ് കേട്ടോ. അങ്ങനെ ഞാൻ പതിയെ ബാത്റൂമിലോട്ട് കയറി എൻ്റെ ഡ്രസ്സ് അവിടെ ഹാങ്കറിൽ ഹുക്ക് ചെയ്ത് വെച്ചിട്ട് പതിയെ ടീഷർട്ടൊക്കെ ഊരി ഇനി ഞാൻ പതിയെ ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. എന്നെ ഇവിടെ കാണാൻ പോകുന്നത് എൻ്റെ ചെറിയൊരു കുളിസീനാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയും ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ സെറ്റായി മുടിയൊക്കെ ഒന്ന് തോർത്തി ഇനിയും പതിയെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുന്നിലോട്ട് വന്ന് മുടിയൊക്കെ ഒന്ന് ചീവി പൗഡറൊക്കെ ഇട്ട് ഒന്ന് സെറ്റപ്പ് ആവട്ടെ. ഓക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഡ്രസ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം ഞാൻ പതുക്കെ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. തീയൊക്കെ കത്തിച്ച് രാവിലത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ദോശക്കല്ല് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ദോശ എന്നുള്ള കാര്യം. എൻ്റെ കറക്റ്റ് വട്ടത്തിൽ തന്നെ പരത്തി ഏകദേശം ഒരു രൂപ പോയല്ലേ ഗൈസ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ദോശ സെറ്റാക്കി. കണ്ടല്ലോ, ചമ്മന്തി വിത്ത് ദോശ. ഞാൻ 2 ദോശ കഴിക്കത്തുള്ളൂ, ചിലപ്പം 3 ദോശ കഴിക്കും ഗൈസ്. ഓക്കെ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പതുക്കെ പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് പതുക്കെ സ്റ്റെപ്പ് കയറി നേരെ എൻ്റെ റൂമിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഹോം ടൂർ കണ്ടവർക്ക് എൻ്റെ റൂം കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇതാണ് ഗൈസ് എൻ്റെ സിസ്റ്റം. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ തന്നെയാണ് ഗ്രാഫിക്സ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും എൻ്റെ ചാനലിൽ ലെങ്തി വീഡിയോസ് ആണെങ്കിലും ഷോർട്സിൻ്റെ ആണെങ്കിലും രണ്ടിൻ്റെയും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിലും തമ്പനെയിൽസ് ഗ്രാഫിക്സ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ഈ കോഴ്സ് പഠിച്ചതാണ്. എവിടെ പഠിച്ചതെന്ന് വെച്ചാൽ പത്തനംതിട്ട ഇമേജ് ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത്. 2 ഇയർ കോഴ്സായിരുന്നു. ദിസ് ഈസ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ. ഓക്കെ, എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ 2 വർഷത്തെ കോഴ്സായിരുന്നു കേസ് ഞാൻ അവിടെ ചെയ്തിരുന്നത്. അത് ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് അവിടെ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റും കിട്ടി. എവിടെ കിട്ടിയെന്ന് വെച്ചാൽ കാലിക്കറ്റ്, കോഴിക്കോട്. അവിടെ എനിക്ക് വിഷ്വൽ എഡിറ്റർ പ്ലസ് ഗ്രാഫിക് ഡിസൈൻ എന്ന 2 കൂടെ ചേർന്നിട്ടുള്ള വർക്കുള്ള പൊസിഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഇപ്പോൾ ഞാൻ 3 മന്ത്സായിട്ട് ഞാൻ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ആൻഡ് കോൺടാക്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് കറക്റ്റ് നോക്കി 1:18 അപ്പോൾ ഉച്ചക്കാലത്തെ ചോറ് കഴിക്കേണ്ട ടൈമായി. അങ്ങനെ ഞാൻ റൂമിലെ ഫാനും എല്ലാം ഓഫാക്കി, സിസ്റ്റം ഓഫാക്കിയില്ല കേട്ടോ. കഥയെല്ലാം അടച്ച് നേരെ താഴോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്ത് നേരെ പോയി ഫുഡ് എടുക്കുന്ന പ്ലാനിലാണ്. അമ്മൂമ്മയാണ് നിൽക്കുന്നത് കേട്ടോ. അമ്മൂമ്മയുടെ വീഡിയോ ഫേസ് സ്ക്രീൻ കാണിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, സോ ഞാൻ ഫോഴ്സ് ചെയ്തില്ല. പിന്നെ വേണ്ടെന്ന് വെച്ചു. അപ്പം ചോറെടുത്തു. പിന്നെ ഇതെന്തോ ഒരു കറിയാണ്. കറിയുടെ പേരും ചോദിക്കരുത്, ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം അറിയാം. മീനിൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം, മോത. എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് മോത. കറി വെച്ചാൽ ഇഷ്ടമാണ്, ഫ്രൈ ചെയ്താൽ ഇഷ്ടമാണ്. അപ്പോൾ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. എനിക്ക് ടി വിയും കാണാതെ ഫുഡ് കഴിക്കാൻ ഒട്ടും പറ്റില്ല. ഇല്ല ഗൈസ്, ഒരു ഹരമാണത്. പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ ടി വിയിൽ ഞാൻ ഫോണിലെങ്കിലും ഞാൻ കണ്ടിരിക്കും. അപ്പോൾ ടി വി ഓണാക്കി ഞാൻ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ കാണുന്നത്. അന്നേരത്തെ മൂഡ് സെൻസ് പോലെ ഇരിക്കും. അങ്ങനെ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ആണെന്ന് തോന്നുന്നു ഞാൻ എടുത്തത്. അപ്പോൾ അത് ചാനൽ വെച്ചോണ്ട് ഞാൻ കഴിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. അപ്പം എനിക്ക് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ടൈം ഉറങ്ങിയാലേ പറ്റുള്ളൂ. മിനിമം ഒരു 30-45 മിനിറ്റ്സോളം ഞാൻ കിടന്നുറങ്ങും. ഇതെൻ്റെ ബ്രദറിൻ്റെ റൂമാണ് കേട്ടോ. അപ്പം ഞാൻ മറ്റു റൂമിൽ അങ്ങനെ കിടക്കാറില്ല. ഞാൻ ബ്രദറിൻ്റെ റൂമിലാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്ന് പതുക്കെ ഒരു 45 മിനിറ്റ്സ് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബായ്. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ എണീച്ച് പുതപ്പൊക്കെ മാറ്റി ഞാൻ അങ്ങോട്ട് പതുക്കെ എണീക്കാൻ തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ നേരെ അടുക്കളയിലോട്ട് പോകുമായിരുന്നു. നോക്കിയപ്പോഴത്തേനും അവിടെ ചെന്നപ്പോഴത്തേനും അമ്മ അവിടെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വെളി സിറ്റൗട്ടിലോട്ട് പോവാണ്. അതെൻ്റെ അനിയനാണ് കേട്ടോ. അവൻ ട്യൂഷന് പോകാൻ അങ്ങോട്ട് റെഡി ആവുക. അപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് ചായ കുടിച്ചുകൊണ്ട് എനിക്ക് ബിസ്ക്കറ്റ് തിന്നണം. ഏതെങ്കിലും ബിസ്ക്കറ്റ് തിന്നില്ല എനിക്ക് പറ്റില്ല. അന്നേരം അതാണ് എൻ്റെ അമ്മൂമ്മ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന അമ്മൂമ്മയെ അറിഞ്ഞില്ല. ആ ടൈമിൽ അമ്മൂമ്മ വെളിയിലോട്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരി അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം. ഞാൻ പിന്നെ ഒന്നും മിണ്ടാനും പോയില്ല. ഇതാണ് എൻ്റെ അമ്മൂമ്മ. മീൻസ് എൻ്റെ ഗ്രാൻഡ് മദറാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. ഓക്കെ. അങ്ങനെ ഞാൻ ആ ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം. അങ്ങനെ ഗൈസ് ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അതിനുശേഷം നേരെ ഞാൻ വീണ്ടും ഹാളിലോട്ട് പോയി. ലിവിങ് റൂമില്ലേ, ഹാളിലോട്ട് പോയി. എന്നിട്ട് അവിടെ വീണ്ടും ഇരുന്ന് ടി വി കാണുമായിരുന്നു. ഏതോ ഒരു മലയാളം പടം. ഫിലിം മാത്രം ചോദിക്കരുത്, ഞാൻ മറന്നുപോയി. ഞാൻ നോക്കിയില്ല, ചുമ്മാ ഇരുന്നാൽ കണ്ട്. സമയം പോകണ്ടേ. അങ്ങനെ കേസ് ഞാൻ പിന്നെ കുറച്ച് നേരം ടി വി കണ്ട് കഴിഞ്ഞ് അവിടെ നിന്ന് എണീച്ച് വീണ്ടും എൻ്റെ റൂമിലേക്ക് വന്നു. കുറച്ച് ഹെവി വർക്ക് ഉണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആയിരുന്നു. അപ്പോൾ അതൊരു സിസ്റ്റമൊക്കെ ഓണാക്കി കുറച്ച് ഒരു ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് ഒരു 2 and 5 ഹവേഴ്സോളം ഉണ്ടായിരുന്നു. അത് പിന്നെ നിങ്ങളെ ലാഗ് അടുപ്പിച്ച് ബോറടിപ്പിക്കണമെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സ്പീഡപ്പ് ആക്കിയത്. ഓക്കെ. അപ്പോൾ രാത്രി നൈറ്റ് ഒരു 10:30 ആയി. അപ്പം ഞാൻ പതുക്കെ ഉറങ്ങാൻ തുടങ്ങുകയാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ണടയൊക്കെ ഊരി വെച്ച് അതിനുശേഷം ഞാൻ കിടക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് ഫോണൊക്കെ റീൽസും യൂട്യൂബിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ റീസെൻ്റ്ലി ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് വല്ലതും ഉണ്ടോ, റീൽസൊക്കെ നോക്കി ഇങ്ങനെ തപ്പിക്കിടന്നു. പിന്നെ ഇങ്ങനെ ഓരോ സ്വൈപ്പ് ചെയ്ത് ഓരോ ട്രോളും ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ട് ഉറക്കം വരുന്നിടം വരെ ജസ്റ്റ് ഒന്ന് കണ്ട് വീണ്ടും അങ്ങനെ പതിയെ ഉറക്കം വന്നു. അതിന് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.